ഇതുകൊണ്ട് റിലീജിയൻ കൊണ്ട് ഗുണവും ഇല്ലെന്ന് പറയാൻ പറ്റും. ചില മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന നല്ലതാണ്. പക്ഷെ കീപ്പ് ചെയ്യുന്നില്ലല്ലോ. അതാ ഇവരെല്ലാം ഈ റിച്വൽസാണ്. പക്ഷെ റിച്വൽസിന് പോലും പല അർത്ഥങ്ങളുണ്ട്. ഓരോ റിച്വൽസിനും അർത്ഥമുണ്ടില്ലെന്ന് പറയാൻ പറ്റും. ചില റിച്വൽസ് അബ്സേർഡാണ്. ഇപ്പം മറ്റേ ഇപ്പോൾ ഈ എന്താണ് സ്റ്റാൻഡിലുണ്ടല്ലോ കുമ്പസാരം, അയാളുടെ മനസ്സിന് കുറച്ച് നല്ലതാണ്, റിലീഫ് കിട്ടും. അങ്ങനെ പിന്നെ എന്താണ് നോമ്പ് പിടിക്കുന്ന ഹെൽത്ത് നല്ലതാണ്. ഇങ്ങനെ കുറെ റിച്വൽസിന് ഒരു പർപ്പസ് ഉണ്ട്. പക്ഷെ ഈ ഹിന്ദുസിന്റെ പല നിയമമുണ്ട്. ഗായത്രി ഇല്ല, പണ്ട് കാലത്തെ ടൈം സംഭവമാണ്. നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ലല്ലോ. നമുക്കുള്ള പ്രശ്നങ്ങൾ പറയാന്നേ ഉള്ളൂ. ഈ മെഡിവൽ കാലത്ത് സൊല്യൂഷൻ കിട്ടൂലേ? ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ചിലർ കള്ളുപിടിക്കും, ചിലർ കോമഡീസിനുമാണ്, ചിലർ പ്രാർത്ഥിക്കും. ഇതൊരു ടെമ്പററി സൊല്യൂഷനാണ്. ഈ പ്രാർത്ഥന പറഞ്ഞാൽ ടെമ്പററി ആണ്, കുറച്ച് നേരം റിലീഫ് കിട്ടും, പിന്നെ സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് ലോജിക്കലി ചിന്തിച്ചാൽ മാത്രമേ വളരെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം എസ്കേപ്പിസമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ടെമ്പററി ആയിട്ട് കുറച്ച് നേരം കിട്ടുന്ന സന്തോഷം ഇതാണ്. എനിക്ക് തോന്നി മെഡിറ്റേഷനിൽ പറഞ്ഞാൽ ആ സമയത്ത് തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുന്നില്ല, ബ്രെയിനെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ കിട്ടുന്ന എന്തൊരു ബ്ലസ്സറാണ്. പിന്നെ ഞാൻ നോട്ട് ചെയ്ത് വേണം, ഭയങ്കര എത്തിയിസ്റ്റായ ആൾക്കാരുടെ ജീവിതം ട്രാജഡിയെ മാറുന്നുണ്ട്. എത്തിയിസ്റ്റായി മാത്രം ചിന്തിക്കുന്ന മിക്കവരും ലൈഫ് ട്രാജഡിയിലേക്കാണ് പോകുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. അവർ മെയിൻലി അവർക്ക് ചിലർ എത്തിയിസ്റ്റ് ആവണം, അവർ ഈ ബിലീവർ ആവുന്നത് എത്തിയിസ്റ്റ് ആണ് അവരുടെ അനുഭവം കൊണ്ടാണ്, ജീവിതാനുഭവം കൊണ്ടാണ്. ചിലർക്ക് നല്ല സംഭവം നടക്കുമ്പോൾ, ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നല്ല സംഭവിക്കുമ്പോൾ ബിലീവർ ആവും, നെഗറ്റീവായിട്ട് വരുമ്പോൾ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എത്ര എത്തിയിസ്റ്റ് ആയാലും നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആള് ആശുപത്രിയിൽ കടന്ന് മരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ വേദന വരും, ആ സിറ്റുവേഷനിൽ ഏതൊരു എത്തിയിസ്റ്റ് ആയാലും ചിലപ്പോൾ പ്രാർത്ഥിച്ചെന്ന് വരും. കാരണം ദാറ്റ് ഇസ് എ ലാസ്റ്റ് ഇതാ. പക്ഷെ അതും പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ കമ്മ്യൂണിസ്റ്ററല്ല. പക്ഷെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. മിക്കവാറും നോക്കി മനസ്സിനുള്ളിൽ പ്രാർത്ഥിക്കും. കാരണം വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ ആണ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഈ ക്രിസ്ത്യാനിറ്റി കുറിച്ച് ഫിലോസഫർ നീഷ്യയിൽ പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ്. ദൈവം മാസ്റ്റർ, നമ്മളെ സ്ലേവ്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പുള്ളി പറയുന്ന 2000 വർഷം മുമ്പ് ക്രിസ്ത്യാനിറ്റി പറഞ്ഞ നിയമങ്ങൾ ഇപ്പൊ മാറ്റണം എന്ന് പറയണം. നീശ്യ ക്രിസ്ത്യാനിറ്റിക്ക് വളരെ എതിരായാണ്. പിന്നെ ഇപ്പൊ ഹിന്ദുസിന്റെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ടോളറൻസ് ഉണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ മാത്രം റിസ്ട്രിക്റ്റ് ആയി പോയി. ഈ ചാർവാക, എപ്പിക്യൂറസ് ഇതെല്ലാം മെറ്റീരിയലിസം vs ഐഡിയലിസം എന്ന് പറയും. മെറ്റീരിയലിസത്തിൽ ബോഡി മാത്രമാണ്, മാറ്റർ മാത്രമേ ഉള്ളൂ, അവിടെ സ്പിരിച്വാലിറ്റി ഇല്ല. ഇപ്പൊ മെറ്റീരിയലിസ്റ്റ് തിങ്കിങ് ആണെങ്കിൽ, മെറ്റീരിയൽ ശേഷം ആണെങ്കിൽ അതോടെ കഴിഞ്ഞല്ല. പക്ഷെ ഐഡിയലിസം പറഞ്ഞാൽ അങ്ങനെയല്ല, സ്പിരിച്വൽ തിങ്കിങ് ആണ്. ഭൗതികവാദവും ആത്മീയവാദവും. ഭൗതികവാദം എന്ന് പറയുന്നത് എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ട്, ആത്മീയവാദം പറഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും ഉത്തരവും ഇല്ല. ഇപ്പൊ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അത് എത്ര വലിയ ഐൻസ്റ്റൈൻ ആയാലും ന്യൂട്ടൺ ആയാലും ഉത്തരവില്ല. ഇപ്പൊ ന്യൂട്ടൺ ഗോഡ് ബിലീവർ ആയിരുന്നു, ഹോക്കിംഗ് എത്തിയിസ്റ്റ് ആയിരുന്നു, മാത്തമാറ്റിക്സ് രാമാനുജൻ ഗോഡ് ബിലീവർ ആയി. ഈ മാത്തമാറ്റിക്സ്മാർക്ക് ഇൻഡ്യൂഷൻ വെച്ച് അവർ ഡെവലപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് അവര് ഗോഡ് ബിലീഫ് ഉണ്ട് അവർക്ക്. സയന്റിസ്റ്റുമാരാണ് എത്തിയിസ്റ്റായി മാറുന്നത്. 60% സയന്റിസ്റ്റിൽ മിക്കവരും എത്തിയിസ്റ്റ് ആണ്. ലീഡിംഗ് ആയിട്ടുള്ള സയന്റിസ്റ്റിൽ വെറും 9% മാത്രമേ ഉള്ളൂ ബിലീവേഴ്സ്. ഹോക്കിംഗ് എത്തിയിസ്റ്റ് ആയിരുന്നു. ഐൻസ്റ്റൈൻ ദൈവം ഇല്ലെന്ന് പറഞ്ഞില്ല. ഐൻസ്റ്റൈൻ ദൈവം പറഞ്ഞ എനർജിയാണ്. സ്പിനോസയുടെ ആ ഒരു തരം ഫിലോസഫി അല്ലേ. ഐൻസ്റ്റൈൻ ശരിക്കും ജൂതമതത്തിന് പുറത്തു വന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ട് അയാൾക്ക് ഇത്ര പോപ്പുലാരിറ്റി കിട്ടി? അയാൾ ജൂ ആയതുകൊണ്ടാണ്. അയാൾ സയൻസ് മൂവ്മെന്റിൽ നിന്നാണ്. ജ്യൂസിന്റെ എല്ലാം ഒരു മൂവ്മെന്റ്, ജ്യൂസിന്റെ എല്ലാം ഒരു നിന്ന ആളാണ്. പുള്ളിയുടെ കോസ്മിക് റിലീജിയൻ ആണല്ലോ, കോസ്മിക് റിലീജിയൻ. അപ്പൊ ഈ കോസ്മിക് റിലീജിയൻ വേറെ സംഭവം പറഞ്ഞാൽ ഇപ്പൊ റിലീജിയൻ ഡോഗ്മാറ്റിക് ആണ്, ചോദ്യം ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റും അങ്ങനെയാണ്. ഇതേപോലെ ഡോഗ്മാറ്റിക് സയൻസും മാറുകയാണ്. വളരെ ഇൻടോളറൻസ് വരികയാണ്. നിങ്ങൾ പറയും, നിങ്ങൾ എത്തിയിസ്റ്റ് അല്ലേ? ഞാൻ എത്തിയിസ്റ്റ് അല്ല. കാരണം അങ്ങനെ ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്കറിയില്ല.
ഐ ഡോണ്ട് നോ. അറിയില്ല, അഗ്നോസ്റ്റിസം ആണ്. ഞാൻ തന്നെ കോഴിഞ്ഞ ടേമാണ്. ഗ്രൂപ്പിലോട്ട് പോകുന്നില്ല, ഏതെങ്കിലും ഗ്രൂപ്പിലോട്ട് പോയി ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എത്തീഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എത്തീസ് ഗ്രൂപ്പിലോട്ട്. പണ്ടത്തെ എത്തീസ്റ്റ് അല്ല, പണ്ടത്തെ എത്തീസ്റ്റ് പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല, പണ്ടത്തെ എത്തീസ്റ്റുകൾ നല്ല മനുഷ്യ സ്നേഹികളായി. അവർ പറയുന്ന ഈ ദൈവത്തിന് ഉണ്ടെങ്കിൽ ദൈവത്തിന് എല്ലാം ഉണ്ട്, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതൊക്കെയാണ് കമ്മ്യൂണിസം കാണിക്കുന്നത്. അവിടെ ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു പഴയ എത്തീസ്റ്റുകൾ, മനുഷ്യത്വം വരുവാൻ. പക്ഷേ ഇപ്പോഴത്തെ എത്തീസ്റ്റ് അതില്ല, മനുഷ്യത്വ സംഭവം വരുന്നില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു മതമാണ്. കമ്മ്യൂണിസ്റ്റ് മതമായി മാറി. കാരണം അത് കാർൽ മാർക്സ് പറഞ്ഞ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അതാണ് കാർൽ പോപ്പർ പറഞ്ഞ കാര്യം. അതാണ് അത് ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഇല്ല. കാരണം നമുക്ക് ചോദ്യം ചെയ്തെടുത്താൽ അത് തെറ്റാന്ന് തോന്നിക്കാൻ തെറ്റാന്ന് അക്സെപ്റ്റ് ചെയ്യണം. ആ അക്സെപ്റ്റൻസ് അവർക്കില്ല. ഇതേ പ്രോബ്ലമാണ് മൈത്രേയനും. നമുക്ക് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന നമ്മൾ കേട്ടോണ്ടിരിക്കണം, പുള്ളി പറയുന്ന അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ഓപ്പൺ മൈൻഡ്നെസ് ഇല്ല മൈത്രേയന്. ടോക്കിലേക്ക് പോകാൻ പറ്റില്ല, ഡിസ്കഷനിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈഗോയിസ്റ്റായി മാറുകയാണ്. പുള്ളി പറയുമ്പോൾ അതൊരു സയന്റിഫിക് അപ്രോച്ച് അല്ല. ഈ ലോജിക്കൽ അനാലിസിസും ഇൻഡ്യൂട്ടീവ് അനാലിസിസും. ഇൻഡ്യൂട്ടീവ് അനാലിസിസാണ്, അതാണ് ഈ രാമാഞ്ജനിൽ ഇത്രയും ഗോഡ് ബിലീവർ ആയത്. കാരണം അവിടെ അത് റിലീജിയസ് ആവാനുള്ള കാരണം അതാണ്. സന്തോഷ് വർക്കിക്ക് ഏറ്റവും എന്താ പറയാ ഇഷ്ടപ്പെട്ട റിലീജിയൻ ഏതാ? എനിക്ക് എല്ലാ ഫിലോസഫി റിലീജിയൻ അല്ല, എനിക്ക് ബുദ്ധിസ്റ്റമാണ് കുറച്ചുകൂടെ. പക്ഷെ ബുദ്ധിസ്റ്റത്തിലും കുഴപ്പമുണ്ട്. കാരണം അവിടെ പ്രസന്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. റിയൽ ലൈഫിൽ പാസ്റ്റ് വേണം, പ്രസന്റ് വേണം, ഫ്യൂച്ചർ വേണം, മൂന്നും വേണം. ആ ഒരു സംഭവം ഒഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് നല്ലതാണ്. പക്ഷെ റിലീജിയൻ അല്ല, പക്ഷെ ഫിലോസഫി. ബുദ്ധ മെറ്റാഫിസിക്കലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പ്യുവർലി ഡേ ടു ഡേ ലൈഫ് നടക്കുന്ന കാര്യങ്ങളാണ്. നല്ലൊരിതാണ്. ജൈനിസം പറഞ്ഞാൽ ഭയങ്കര ഈ അഹിംസ വന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ സെൽഫ് ഡിഫെൻസിൽ, അതായത് ഇപ്പോൾ രോഗം വന്ന് ഈ ജേംസിനെ കൊല്ലാൻ പാടില്ല പറയണം. നമ്മൾ സെൽഫ് ഡിഫെൻസിന് ചെയ്യുന്ന കുഴപ്പമില്ല. പിന്നെ ക്രിസ്ത്യാനിൽ വരുന്ന ഈ അൾട്രൂയിസ്റ്റ്, സെൽഫിഷ്നെസ്, അതിലിപ്പോൾ ആൻഡ്രോയിഡ് ആൾക്കാരുടെ എതിരെ നമ്മൾ സെൽഫിഷ് ആവണം, കുറച്ച് സെൽഫിഷ് ആവണം. കാരണം നമ്മൾ ഭയങ്കര സെൽഫിഷ് ആയാൽ നമ്മുടെ കയ്യിൽ പണം നിൽക്കില്ല. പെന്തക്കോസ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതല്ല, യോഗശാസ്ത്രികൾ അതൊന്നും ജനുവനല്ല. യോഗശാസ്ത്രി ഒരു കൾച്ചർ റീജിയനാണ്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അവരുടെ ഒരു അനുഭവത്തിൽ 7000 വർഷം മനുഷ്യരുടെ തന്നെ 7000 വർഷമായിട്ടുള്ളൂ. അതായത് അവർ പറയുന്ന യോഗശാസ്ത്രി പറയുന്ന ഐഡിയോളജി ആദ്യ 6000 വർഷം സാധാരണ കൊടുക്കുകയാണ് ഭരിക്കാൻ. പിന്നെ അപ്പോൾ തെളിയിക്ക് സാധാരണ ഭരിക്കാൻ പറ്റില്ല. അതിന് 1000 വർഷം ദൈവത്തിന് കൊടുക്കും, ദൈവം പ്രൂവ് ചെയ്യും, പിന്നെയാണ് സ്വർഗം ഉണ്ടാവും. ഇവർ ഏതൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അത് കോണ്ടക്സ്റ്റ് നോക്കാതെയാണ് ഇവർ പറയുന്നത്. ഇന്ത്യക്ക് വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലും ഈ പിന്നെ വേറെ കാര്യം നോട്ട് ചെയ്തത്, ഈ സെക്സ്വാലിറ്റി സംഭവം സെമിറ്റിക് റിലീജിയൻ വളരെ മോശമാണെങ്കിലും, എസ്പെഷ്യലി ഹോമോസെക്സ്വാലിറ്റി അല്ല ഭയങ്കരതാണ്. പക്ഷെ ഹിന്ദുവിസത്തിൽ അത് കുറച്ചൊരു സ്പിരിച്വൽ ആയിട്ട് കാണും. ഹിന്ദുവിസത്തിൽ പല ഈ ചുമർ ചിത്രങ്ങളിലൊക്കെ ഈ അതുണ്ട് ചിത്രങ്ങളൊക്കെയാണ്. ഹിന്ദുയിസം ഒന്നിനെയും അങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല. ഹിന്ദുയിസം ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിൽ മാത്രം ഡിസ്ട്രിക്ട് ചെയ്യാൻ കാരണം അവർ കൺവേർഷനിൽ ബിലീവ് ചെയ്യാത്തതുകൊണ്ടാണ്. കൺവേർഷൻ കുറവാണല്ലോ. ശരിക്കും ഇന്ത്യ നശിപ്പിച്ച ബ്രാഹ്മണിസമാണ് കാര്യം. കാരണം അവർക്ക് ആ ചതുർവർണ്ണ 4 ഡിവിഷൻ ഉണ്ടല്ലോ, അത് ഡിവിഷൻ ലേബർ അവർ പറയുമെങ്കിലും അവർക്ക് ആ ഡോമിനൻസ് ഉണ്ട്. അവരാണ് നശിപ്പിച്ചത്. പക്ഷേ ബുദ്ധിസ്റ്റിൽ എന്തായാലും അവർ എല്ലാവർക്കും മെഡിസിൻ കൊടുക്കുകയായിരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു. ഇവരങ്ങനെയല്ല, ഇവരുടെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അല്ല, ഇപ്പൊ സാമ്പത്തികം വളർന്നതുകൊണ്ട് ഈ ഒരു വ്യവസ്ഥ ചിലപ്പോൾ നിലനിൽക്കണമെന്നില്ല. ഈ തമിഴ്നാട്ടിൽ വലിയ പ്രോബ്ലം എന്താ അറിയാം, അവരുടെ ഈ തമിഴന്മാരും മാത്രമായാലും ബ്രാഹ്മിൻസ് അവരെല്ലാം ഒഴിഞ്ഞു പോവാണ്. ഇവര് എസ്റ്റാബ്ലിഷ് വരാൻ കുറച്ച് ടൈം എടുക്കും. അത്രയും ടൈം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവർ വേണം, ബ്രാഹ്മിൻസ് അവർ വേണം, എന്നിട്ടാണ് മാറ്റുന്നത്. അതാണ് അവിടെ ഒരു പ്രോബ്ലം. പിന്നെ അയോധ്യയിൽ അറിയാമല്ലോ, പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു ഹിന്ദുത്വ ആ രീതിയിൽ പോവുകയാണ്.